ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് തോന്നുന്ന കമൻസൊക്കെ, നിങ്ങൾ തോന്നുന്ന കമൻസ് അല്ല, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണോ തോന്നുന്നത് അത് കമൻസ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ മെൻഷൻ കൂടി ചെയ്യുക. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്തിൻ്റെ 78th ഡേ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിരുന്നു. അന്ന് നമുക്ക് BMW ക്ലബ്ബിൽ നിന്ന് ഫ്രീഡം റൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒഫീഷ്യലി നമ്മുടെ റൈഡ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കളമശ്ശേരിയിലുള്ള BMW ഷോറൂമിൽ നിന്നായിരുന്നു. പക്ഷേ നമ്മുടെ വീട് ആലപ്പുഴ ആയത് കാരണം നമുക്ക് കുമരകത്തേക്കായിരുന്നു കേട്ടോ നമുക്ക് റൈഡ് ഉണ്ടായിരുന്നത്. നമുക്ക് കുമരകത്തേക്ക് ആലപ്പുഴയിൽ നിന്ന് പോകുന്നത് എളുപ്പമായതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഒരു 7 ആയപ്പം അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമുക്ക് റിസോർട്ടിലായിരുന്നു അന്നത്തെ ഇവൻറ്റ് ഫുൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിസോർട്ടിലേക്കാണ് നമ്മൾ വന്നത്. ഇനി ഈ റിസോർട്ടിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് EVM ഗ്രൂപ്പിൻ്റെ റിസോർട്ടാണ്. EVM ഗ്രൂപ്പിൻ്റെ ലേ ലീല എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലാണ് കുമരകത്തുള്ളത്. എക്സാക്റ്റ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യുന്നതാണ്. സോ EVM ഗ്രൂപ്പിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. അവർക്ക് ദേ ഹാവ് എൻ നമ്പർ ഓഫ് ബിസിനസ്. EVM ഗ്രൂപ്പ് വളരെ ഫേമസ് ആണ്. സോ അവരുടെ ഒരു പ്രോപ്പർട്ടിയിലായിരുന്നു, അതൊരു ഭയങ്കര പ്രിവിലേജ് ആയിരുന്നു. അവരുടെ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് BMWൻ്റെ അവർ നമ്മളെ ഹോസ്റ്റ് ചെയ്തൊരു ഭയങ്കര വലിയ കാര്യമായിരുന്നു. സോ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ എൻട്രൻസ്. അവിടെ തന്നെ ലേ ലീല, ഇത് ലേ ലീല എന്നാണോ ലീല എന്നാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തുവാണെങ്കിലും ഇതൊരു അമേസിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് മരങ്ങൾ, പ്ലാന്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഒരു പച്ചപ്പും കുളിർമയും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരാൾക്കാർക്ക് ഒരു സിറ്റി ലൈഫിൽ നിന്ന് മാറാനായിട്ട് നമുക്കിത് ആക്ച്വലി എത്താനും ഈസിയാണ്. എന്നാൽ ഇതിനകത്ത് ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റെക്കേഷനെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതൊരു അടിപൊളിയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അകത്തോടെ സ്റ്റോൺ പേയ്മെൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ സ്റ്റെക്കേഷന് പ്രോപ്പർട്ടി എടുത്ത് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇതിനകത്തോടൊക്കെ ജസ്റ്റ് നടന്ന് നമുക്ക് ചിൽ ഔട്ട് ചെയ്യാനായിട്ടും പിന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സംഭവം ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണ്. ഇവർക്ക് ഇതിനകത്ത് ഒരുപാട് റൂംസ് ആയിട്ടുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഒരു പൂളുണ്ട്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കായൽ വ്യൂ അതൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ്. സോ നമ്മൾ കുറച്ച് നേരം ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു പ്രോപ്പർട്ടിയിൽ. അപ്പോൾ നമ്മൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് പ്രോപ്പർട്ടി അകത്തോടെയൊക്കെ ജസ്റ്റ് കറങ്ങിയിട്ട് നമ്മൾ വെളിയിലേക്ക് വരുന്ന ടൈമിലായിരുന്നു ബാക്കി നമ്മുടെ കളമശ്ശേരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന BMWൻ്റെ റൈഡേഴ്സൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പം നമ്മൾ കുറേ പേരൊക്കെ വരുന്നതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ഫുൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും വരുന്ന വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേന് നല്ലൊരു ഡ്രൈവായിരുന്നു. ബിക്കോസ് അത് രാവിലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ മഴയൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു. സോ ഇറ്റ് വാസ് ഓസം. അപ്പോൾ അത് പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ പോയി തന്നെ നിന്നിട്ട് നമ്മൾ വേറെ ബൈക്കേഴ്സൊക്കെ വരുന്നതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ വീഡിയോയുടെ ക്രെഡിറ്റ്സ് എൻ്റെ ചേട്ടനുള്ളതാണ് കേട്ടോ. കാരണം ചേട്ടനാണ് എനിക്ക് നമ്മൾ പുതിയതായിട്ട് മേടിച്ച GoPro അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അതിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പുതിയ സംഭവം GoPro. സോ GoProയിലാണ് നമ്മൾ ഈ വീഡിയോ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചേട്ടനാണ് എനിക്ക് ഈ വീഡിയോ എടുത്തു തന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചേട്ടന് ഈ വീഡിയോയിലൂടെ ഒരു സ്പെഷ്യലായിട്ടുള്ള താങ്ക്സും അതുപോലെ തന്നെ ചേട്ടനൊരു മോട്ടിവേഷനും കൂടി ആവട്ടെ ഇനി എനിക്ക് കൂടുതലായിട്ടുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ വേണ്ടിയിട്ട് എടുത്തു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇത് ഒരുപാട് റൈഡേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 30 ബൈക്സിന് മുകളിലുണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എക്സാക്റ്റ് കൗണ്ട് അറിയത്തില്ല. ആൻഡ് BMWൻ്റെ പല കാറ്റഗറിയിൽ വരുന്ന ബൈക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ GSൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ട് ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി ഈ ബൈക്ക് ഏതാണ് എന്താണെന്നുള്ള കമൻസിനകത്തുണ്ടായിരുന്നു. സോ നമ്മുടെ കയ്യിലുള്ള ബൈക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GS A ആണ്. GS അഡ്വെഞ്ചർ 1250 അതാണ് നമ്മുടെ ബൈക്ക്. ഫ്ലാഗ്ഷിപ്പ് ബൈക്കാണ് അതാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മളും ഫ്ലാഗൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഫ്ലാഗൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഫ്ലാഗ് ഇങ്ങനെ പറപ്പിച്ച് അങ്ങനെയാണ് നമ്മളും പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ അവിടെ ആയിട്ട് ബൈക്സ് എല്ലാം പാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ വന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ബൈക്സും വേറെ വണ്ടികളും ഒന്നും ഇല്ലായിരുന്നു, എല്ലാം ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും വന്ന് അവിടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ. പിന്നെ ഇവിടെ വെച്ചിട്ടാണ് ആ ഫ്രണ്ട് ഏരിയയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തത്. പിന്നെ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ BMWയുടെ പല പേജസിലും കൊച്ചി BMW EVMൻ്റെ ഗ്രൂപ്പിൽ അതിൻ്റെ പേജസിലൊക്കെ എല്ലാ സംഭവങ്ങളും ഫേസ്ബുക്കിലൊക്കെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിൻ്റെ അന്നത്തെ വീഡിയോസ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് പ്രോപ്പർട്ടിയുടെ ഒരു സൈഡിലേക്ക് നമ്മൾ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതുപോലെ കായൽ വ്യൂ കിട്ടും. ഇത് അടിപൊളിയാണ് ഇവിടെ നിന്നിട്ട് ഈ വ്യൂ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി മഴക്കാലമാണെങ്കിലും കുഴപ്പമില്ല, ഈ വ്യൂ അടിപൊളിയായിരിക്കും. ഇവരുടെ റൂംസിൽ നിന്നുള്ള ഇങ്ങനെ ഈ വ്യൂ നമുക്ക് കിട്ടുന്നതാണ് റൂം ബുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും.
പിന്നെ നമുക്ക് ശരിക്കും ഒരു ചിൽ ഔട്ട് സ്പോട്ടാണ്. ഒരുപാട് പ്രോപ്പർട്ടീസിനകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്കിതുപോലെ ഈവനിങ് നമ്മൾ വാവകളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് നല്ല എക്സ്പ്ലോർ ചെയ്യാനും സ്ട്രോളറിൽ തള്ളാനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് അവരുടെ പൂളാണ്. ഇപ്പോൾ പൂളിൻ്റെ അവിടെയുമൊക്കെ പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ചേട്ടൻ ഗോപ്രോയിൽ നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അതിൻ്റെ ആ സൗണ്ട്, ആ ബ്ലും ബ്ലും സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടുത്തെ ആ വീഡിയോയുടെ അവിടെ സൗണ്ട് കട്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഓവറോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ അടിപൊളിയായിരുന്നു. അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ടിരിക്കണേ. ടാറ്റാ ബൈ, ടേക്ക് കെയർ.